ജില്ലാ സെക്രട്ടറി ശ്രീ തോമസ് വർഗീസ്, ബഹുമാനായ ശ്രീ രാജേട്ടൻ അടക്കം ഇതിൻ്റെ സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ക്ഷേമനിധിയിൽ നിന്ന് ശരിയായ രീതിയിലേക്കുള്ള പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ, ക്ഷേമനിധിയിൽ നിന്ന് ശരിയായ രീതിയിലേക്കുള്ള ആനുകൂല്യങ്ങൾ നൽകിയില്ലെങ്കിൽ ആ ക്ഷേമനിധിയെ നോക്കുകുത്തിയാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശക്തമായ സമരവുമായി കടന്നുപോകാൻ സംഘടന മുൻപോട്ട് വരുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ സമരത്തിൽ അദ്ദേഹം സംസാരിച്ചത്. ബഹുമാന്യരെ, നമ്മുടെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ രീതിയിലേക്കുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു മേഖലയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ സെസ് എന്ന് പറയുന്നത് നിർമ്മാണം നടത്തി 3-4 വർഷം കഴിയുമ്പോഴാണ് സർക്കാരിലേക്ക് സെസ്സിൻ്റെ വീതം പതിവരിയായി കിട്ടുന്നതെങ്കിൽ ഇന്നൊരു കെട്ടിടം പണി പൂർത്തീകരിച്ച് അതിന് നമ്പർ ഇടുന്നതിന് മുമ്പായി, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പായി ക്ഷേമനിധിയിലേക്കുള്ള സെസ് കൊടുക്കേണ്ട രീതിയിലേക്ക് ഇന്ന് നമ്മുടെ KSMART-ലൂടെ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് ഗവൺമെൻറ് ഒരു കെട്ടിടം പണിതാൽ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ കെട്ടിടത്തിൻ്റെ നമ്പർ ഇടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തൊഴിലാളി വിഹിതം അടക്കമുള്ള പെർസെൻറ്റേജ് സെസ്സായി ലഭിച്ചിട്ട് പോലും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, പെൻഷൻ ലഭിക്കുന്നില്ല. ഇവിടെ പെൻഷനും മറ്റാനുകൂല്യങ്ങളും തടയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ അധികാരി വർഗം അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമരം ഈ 14 ജില്ലകളിൽ സമാന രീതിയിലേക്ക് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമരം നടത്തുന്നത് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അർഹതപ്പെട്ട ആനുകൂല്യം തടയപ്പെടാതിരിക്കാനാണ്. അർഹതയുള്ള മറ്റു കാര്യങ്ങൾ, ക്ഷേമനിധിയിൽ നിന്ന് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങളടക്കം ശരിയായ രീതിയിൽ ലഭിക്കാൻ പറ്റുന്നതിലേക്ക് ക്ഷേമനിധിയുടെ പ്രവർത്തനം കാര്യക്ഷമമാകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഇവിടെ സമരവുമായി കടന്നു വന്ന പ്രിയപ്പെട്ട സമര സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റേ ശമ്പള വർധനവിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പണിയുടെ ഈ ജോലി സ്ഥിരത ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടല്ല. നമുക്കറിയാം, ഇലക്ട്രിക് വയർമാൻ എന്ന് പറയുന്നവർ നിർമ്മാണ മേഖലയിൽ അപകടകരമായ രീതിയിലേക്ക് കെട്ടിടങ്ങളിൽ കയറി അതിൻ്റെ മേൽക്കൂരയിലടക്കം പണിയുന്ന എത്രയോ ആളുകൾക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപകടകരമായ ജോലി ചെയ്തിട്ട് അതോടൊപ്പം ഷോക്ക്, നമുക്കറിയാം ഇലക്ട്രിക്കിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഷോക്ക് ഏൽക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ അതിശക്തമായ രീതിയിലേക്കുള്ള അപകട സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ ജോലി ചെയ്ത് തങ്ങളുടെ കുടുംബത്തെ പോറ്റണമെന്നുള്ള നിലയിലേക്ക് പോകുന്ന വയർമാൻ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സംഘടനയിലെ അംഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള സമരവുമായി കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സംഘടനയാണ് നിർമ്മാണ മേഖലയിൽ ഏറ്റവും കരുത്തുറ്റ സംഘടന എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഈ നിർമ്മാണ മേഖലയിലെ ആവശ്യങ്ങൾ, ക്ഷേമനിധി ബോർഡിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഇതിനു മുമ്പ് സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം അധികാരികൾ വേണ്ടതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്.